ഞാൻ ആര്യ. ഇന്ന് നമ്മളുടെ SCERT ക്രാഷ് കോഴ്സിന്റെ 9ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ബാക്കി 8 ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് കാണുക, പഠിക്കുക, നോട്ട് എഴുതുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് നമ്മളുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തു നോക്കുക. അതുപോലെ ധാരാളം വ്യാകരണവും വൊക്കാബുലറി ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലേസ്ഡ് ഉണ്ട്. ഇപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിലും LDC ആണെങ്കിലും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പോയി കാണുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ സാഹിത്യമാണ് എടുക്കുന്നത്. അടുത്ത ദിവസം 7ാം ക്ലാസ്സിലെ വൊക്കാബുലറി എടുക്കും. അങ്ങനെയാണ് നമ്മൾ എടുത്തു പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ സാഹിത്യം തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ K സച്ചിദാനന്ദനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പൊ P സച്ചിദാനന്ദൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. P സച്ചിദാനന്ദൻ നോവലിസ്റ്റ് ആണ്. അടുത്ത K സച്ചിദാനന്ദൻ ഉണ്ട്. അദ്ദേഹം കവിതയാണ് എഴുതുന്നത്. അപ്പൊ അത് അടുത്ത ദിവസം പറയാം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. K സച്ചിദാനന്ദൻ അദ്ദേഹം കവിയാണ് അല്ലെ. അപ്പൊ കെയിൽ തുടങ്ങുന്ന ഇനിഷ്യൽ K, കവിതയാണ് എഴുതുന്നതെന്നൊന്ന് ഓർത്തു വെച്ചൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കവിതയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വരികളും പഠിക്കാനുണ്ട് പിള്ളേർക്ക്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിച്ചതെന്തെന്ന് എനിക്കറിയാം, എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും. അപ്പൊ വരികള്: എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിച്ചതെന്തെന്ന് എനിക്കറിയാം, എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും. K സച്ചിദാനന്ദന്റെ വരികളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയ മലയാളിയാണ് അദ്ദേഹം. കേന്ദ്ര സാഹിത്യ സെക്രട്ടറി ആയ മലയാളിയാണ് അദ്ദേഹം. അടുത്ത നമ്മളുടെ മുൻകാല ചോദ്യമാണ് K സച്ചിദാനന്ദന്റെ നാടകം ഏതാണെന്ന്. ഏതാണ്? ഗാന്ധിയാണ് കേട്ടോ. അപ്പൊ 2 പ്രധാന നാടകങ്ങളാണ്. ഒന്ന് ഗാന്ധിയും ഒന്ന് ശക്തൻ തമ്പുരാനും. അതിലെ ഗാന്ധി നമ്മുടെ മുൻകാല ചോദ്യമാണ്. കൂടാതെ അതിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ K സച്ചിദാനന്ദന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നാടകമാണ് ഗാന്ധി. ഇമ്പോർട്ടന്റ് മുൻകാല ചോദ്യം. ഇനി അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ച കൃതി ഏതാണ്? മറന്നുവെച്ച വസ്തുക്കൾക്കാണ് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യം കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാനേ, അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി അല്ലേ. അപ്പൊ അവിടെ മറന്നു വെച്ചിരുന്നു ചിലപ്പോൾ ഓർത്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ആണല്ലേ കിട്ടിയത്. അപ്പൊ അദ്ദേഹമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്തപ്പോ എന്തോ അവിടെ മറന്നു വെച്ച വസ്തുക്കൾക്ക് എന്ത് കിട്ടി? അപ്പൊ കേന്ദ്രം തന്നെ കൊണ്ട് കൊടുത്തു അല്ലെ. കേന്ദ്ര സാഹിത്യം മറന്നു പോവല്ലേ കേട്ടോ, തിരിഞ്ഞു പോവാതിരിക്കും ഇങ്ങനെ ഓർത്താലേ. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കവിതയാണ് ഇവനെ കൂടി. അപ്പൊ ഇവനെ കൂടി നമ്മുടെ വയലോപ്പള്ളിക്ക് അന്ത്യപ്രണാമം അർപ്പിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് ഇവനെ കൂടി. അപ്പൊ K സച്ചിദാനന്ദന്റെ ഇവനെ കൂടി എന്ന കവിതയില് വയലോപ്പള്ളിക്ക് അന്ത്യപ്രണാമം അർപ്പിച്ചുകൊണ്ട് എഴുതിയ കവിത, അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പൊ കേരളത്തിലെ ഒരു കവിയെ പറ്റിയാണ് എഴുതിയതല്ലേ. അപ്പൊ അതിന് കേരള സാഹിത്യം കിട്ടി, മറന്നു പോവല്ല. അതുപോലെ അദ്ദേഹം എഴുതിയ ഒരു യാത്രാ വിവരണമാണ് പല ലോകം പല കാലം. പല ലോകം പല കാലം എന്താണ്? പല ലോകം എന്ന് പറയുമ്പോ എന്താ? യാത്ര ചെയ്ത് നടക്കുന്ന പല ലോകം പല കാലം. അപ്പൊ അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പല ലോകം പല കാലം, K സച്ചിദാനന്ദന്റെ യാത്രാ വിവരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ K സച്ചിദാനന്ദന്റെ വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് സാക്ഷ്യങ്ങൾ. വയലാർ അവാർഡ് കിട്ടിയ കൃതി സാക്ഷ്യങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. K സച്ചിദാനന്ദന്റെ പ്രധാന ഒരു കൃതിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. വരികൾ കുട്ടികൾക്കുണ്ട് പഠിക്കാൻ. നാടകം, പ്രധാന നാടകം ഗാന്ധി. മറന്നുവെച്ച വസ്തുക്കൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇവനെ കൂടി കേരള സാഹിത്യ അക്കാദമി അവാർഡ്. പല ലോകം പല കാലം യാത്രാ വിവരണം കേരള സാഹിത്യ അക്കാദമി അവാർഡ്. സാക്ഷ്യങ്ങൾ വയലാർ അവാർഡ്. അടുത്തത് ലളിതാംബിക അന്തർജനം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേര്. ആത്മകഥയ്ക്കൊരു ആമുഖം. അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥയ്ക്കൊരാമുഖമാണ് കേട്ടോ. ആത്മകഥയ്ക്കൊരാമുഖം പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ സ്ഥിരം ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യം, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ആരാണ്? ലളിതാംബിക അന്തർജനം. കൃതിയുടെ പേര് അഗ്നിസാക്ഷി. വർഷം 1977. അതുപോലെ 2ാമത്തെ വയലാർ അവാർഡ് കിട്ടിയ ആളുടെ പേരും ചോദിച്ചിട്ടുണ്ട്. 1978. PK ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അതും പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അപ്പൊ 1ാമത്തെ കിട്ടിയ ആളുടെ പേരും ചോദിച്ചിട്ടുണ്ട്, 2ാമത്തെ കിട്ടിയ ആളുടെ പേരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1ാമത്തെ വയലാർ അവാർഡ്, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് 1977 ലളിതാംബിക അന്തർജനം കൃതി
അഗ്നിസാക്ഷി, ശോഭനയുടെ ഒരു ഫിലിം ഇറങ്ങിയിട്ടില്ലേ, ദേവകി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പൊ കഥാപാത്രം ദേവകി, ഓർക്കുക കേട്ടോ. അതുപോലെ ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാ? സീത മുതൽ സത്യവതി വരെ, അഗ്നിപുഷ്പങ്ങൾ, കിളിവാതിലിലൂടെ. ഇപ്പൊ ഏതൊക്കെയാണ് പ്രധാന കൃതി? കിളിവാതിലിലൂടെ, അഗ്നിപുഷ്പങ്ങൾ, സീത മുതൽ സത്യവതി വരെ. കുറെ പേര് ബോർഡിൽ എഴുതണം എന്ന് പറയുന്നുണ്ട്. ബോർഡിൽ എഴുതുമ്പോൾ ആകെ അങ്ങ് വൃത്തികേടാവും. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിച്ച് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എഴുതിയെടുത്താൽ മതി കേട്ടോ. സീത മുതൽ സത്യവതി വരെ, കിളിവാതിലിലൂടെ, അഗ്നിപുഷ്പങ്ങൾ, ഇവയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ പ്രധാന കൃതികൾ. അടുത്ത സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ നരനായും പറവയായും. എഴുതിയത് സന്തോഷ് എച്ചിക്കാനോ ആണ്. നരനായും പറവയായും, സന്തോഷ് എച്ചിക്കാനം. അപ്പൊ നരനായും പറവയായും അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ജഗനും ഒന്ന് ചന്ദ്രേട്ടനും. കള്ളനാന്ന് പറഞ്ഞ് അടയ്ക്കകട്ടതിന് പോകുന്ന ഒരു ചന്ദ്രേട്ടനുണ്ട് ആ ചാപ്റ്ററിൽ. അപ്പൊ ജഗനും അതുപോലെ ചന്ദ്രേട്ടനും, ചന്ദ്രൻ ആണ് പ്രധാന കഥാപാത്രങ്ങള്. അടുത്തത് ഒരു പ്രീവിയസ് ചോദ്യമാണ്, ബിരിയാണി എന്ന കഥ. 2019 പത്മപ്രഭ അവാർഡ് നേടിയ ആളാരാണ്? സന്തോഷ് എച്ചിക്കാനുമാണ്. കൃതി ബിരിയാണിയാണ്. അപ്പൊ മറന്നു പോരുത്, ബിരിയാണി എഴുതിയത് സന്തോഷ് എച്ചിക്കാനുമാണ്. കഴിഞ്ഞ വിയോടെ ക്വസ്റ്റ്യൻ ആണ്. 2019 പത്മപ്രഭ അവാർഡും നേടി. ഇപ്പൊ പത്മപ്രഭ, ബിരിയാണി, 2019 സന്തോഷ് എച്ചിക്കാനം. അത് ഓർത്ത് വെക്കാനേ. ഈ സന്തോഷ് എച്ചിക്കാനുമാണ് ബിരിയാണി എഴുതിയെന്ന് ഓർക്കാനേ. ഇപ്പൊ നമ്മൾ ബിരിയാണിയാണ് കഴിക്കുന്നെങ്കിൽ നമ്മൾ ഇച്ചിരി പോലും എച്ചില് ഉണ്ടാവില്ല അല്ലെ, നമ്മൾ ഫുൾ ആയിട്ട് അങ്ങ് കഴിവും അല്ലെ. അപ്പൊ എച്ചിലൊന്നും ഉണ്ടാവില്ല. ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്. ചോറൊക്കെയാണ് നമ്മൾ വെറുതെ കൊണ്ടങ്ങ് കളയും. ബിരിയാണിയാണ് നമ്മൾ എച്ചിലൊന്നും കളയൂല്ല എന്ന് ഓർത്ത് വെച്ചാല് സന്തോഷ് എച്ചിക്കാനം ബിരിയാണി നമുക്ക് റിലേറ്റ് ചെയ്ത് ഓർക്കാം. അതുപോലെ നമ്മുടെ സന്തോഷ് എച്ചിക്കാനം ധാരാളം ഫിലിമുകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അന്നയും റസൂലും, ഇടുക്കി ഗോൾഡ്, എബി, ബാച്ചിലേഴ്സ് പാർട്ടി, അതുപോലെ ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് പറഞ്ഞൊരു ഫിലിമില്ലേ. അപ്പൊ ഇതെല്ലാം തിരക്കഥ സന്തോഷ് എച്ചിക്കാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത, ഇപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ആയിട്ടോ, ഇതേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ ഇത് പ്രീവിയസ് ആയതുകൊണ്ട് ആഡ് ചെയ്തു. ഇത് എക്സ്ട്രാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അടുത്തത് വീണപ്പൂവ് എഴുതിയതാരാണ്? കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ആരാണ്? കുമാരനാശാൻ. നമ്മളുടെ PSC സ്ഥിരം ചോദ്യമാണ്. വീണപ്പൂവ് എഴുതിയത് കുമാരനാശാനാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ. അപ്പൊ ആ വരി ഉണ്ടല്ലോ, അത് ആ പുഷ്പമേ എന്ന് കേൾക്കുമ്പോ വീണപ്പൂവാണെന്ന് ഓർത്തു വയ്ക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തോന്നിയാക്ഷരങ്ങൾ എഴുതിയത് ONV കുറുപ്പാണ്. തോന്നിയാക്ഷരങ്ങൾ ONV കുറുപ്പ്, അത് ഓർത്തു വയ്ക്കാനേ. തോന്നിയാക്ഷരങ്ങൾ ഉണ്ടോ? തോന്നിയ പോലെ അക്ഷരങ്ങൾ ONV ഓർഡർ ഉണ്ടോ? ഇപ്പൊ ABCD പോലെ ഓർഡർ ഉണ്ടോ? ഇല്ലല്ലോ. ONV അങ്ങനെ ഓർഡർ ഇല്ലാതല്ലേ അക്ഷരം എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ തോന്നിയാക്ഷരങ്ങൾ ONV ആണെന്ന് ഓർത്ത് വെച്ചൂടെ? അടുത്തത് പിതൃയാനം കൃതി എഴുതിയതാരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. പിതൃയാനം എഴുതിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. അപ്പൊ ആദ്യത്തെ പത്മപ്രഭ അവാർഡ് ലഭിച്ചതും ആർക്കാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ്. അപ്പൊ ആദ്യത്തെ പത്മപ്രഭ അവാർഡ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ് ലഭിച്ചത്. എന്റെ 101 കഥകൾ കഥാസമാഹാരമാണ്. എന്റെ 101 കഥകൾ എന്ന കഥാസമാഹാരത്തിനാണ് ഉണ്ണികൃഷ്ണൻ പുത്തൂരിന് ആദ്യത്തെ പത്മപ്രഭ അവാർഡ് ലഭിച്ചത്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ കൃതിയാണ് ബലിക്കല്ല്. അദ്ദേഹത്തിന്റെ നോവലാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ നോവലാണ് ബലിക്കല്ല്. നോവല് ബലിക്കല്ല്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആനപ്പക. എഴുതി വെച്ചേക്കുക, ആനപ്പക. പ്രധാന കൃതി ആനപ്പക കേട്ടോ, ആനപ്പകയാണ്. ഉണ്ണികൃഷ്ണൻ പുത്തൂരിന്റെ പ്രധാന ഒരു കൃതിയാണ് ആനപ്പക. ഇനി അടുത്തത് നമ്മൾ 3ാം ക്ലാസ് പോലെ പഠിക്കുന്നതാണ് അല്ലെ. കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. ഗാഥാവൃത്തം മഞ്ചേരിയാണ്. ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് എഴുതിയത്. അപ്പൊ അതിലാണ് കോകില ജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മൂകങ്ങളായങ്ങ് നിന്നുപോയി തുടങ്ങിയ വരികളുള്ള. കോകിലം എന്താണ്? കുയിലാണ്. അതുപോലെ കേകി നിരകള്, കേകി എന്താണ്? മയിലാണ്. അപ്പൊ അതൊക്കെ കിട്ടിയല്ലോ. അതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ കൃഷ്ണഗാഥ ചെറുശ്ശേരി സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് CV രാമൻപിള്ളയാണ്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എഴുതിയതാരാണ്? CV രാമൻപിള്ളയാണ്. കൃതി മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ CV യുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം ഏതാണ്? അത് മാർത്താണ്ഡവർമ്മയിലെ
സുഭദ്ര എന്ന കഥാപാത്രമാണ്. മാർത്താണ്ഡവർമ്മയിലെ സുഭദ്ര എന്ന കഥാപാത്രമാണ് CV-യുടെ മാനസപുത്രി എന്നറിയപ്പെടുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയിലെ മറ്റു കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അനന്തപത്മനാഭൻ, സുഭദ്ര, ഭ്രാന്തൻ ചാന്നാർ. അപ്പൊ സ്കൂൾ കുട്ടികൾക്ക് ഈ മാർത്താണ്ഡവർമ്മയിലെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് അനന്തപത്മനാഭന്റെ കിടപ്പ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം SCERT പഠിക്കുന്നത്. അതുപോലെ CV-യുടെ വിശേഷണങ്ങള് വാഗ്ദേവതയുടെ വീരഭടനെന്നും കേരള സ്കോട്ട് എന്നൊക്കെയുള്ള വിശേഷണമുണ്ട്. കേരള സ്കോട്ട് നമ്മള് പിന്നെ അത് ഓർത്തിരിക്കാനുള്ള കോഡ് ഞാൻ ആ 1 മിനിറ്റ് ക്ലാസ് ഇടത്തില്ലേ മലയാളത്തിന്റെ, ആ 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഇടല്ലേ, അപ്പൊ അതില് അതിന്റെ കോഡ് പറയാം. വാഗ്ദേവതയുടെ വീരഭടനെന്നും കേരള സ്കോട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതി രാമരാജ ബഹദൂറും ധർമ്മരാജയൊക്കെ. അതിൽ നിന്ന് കഥാപാത്രങ്ങളുടെ പേര് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കഥാപാത്രം, കൃതി അത് ഓർത്ത് വെക്കാനുള്ള കോഡ് ഓൾറെഡി നമ്മൾ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ലി PC പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവരെല്ലാവരും അത് കാണുക. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ വിത്ത് കോഡ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഇനി അടുത്തത്, അപ്പൊ ഇത് ഫുള്ള് കിട്ടിക്കാണുമല്ലോ CV രാമൻ പിള്ളയുടെ കാര്യം. ഇനി അടുത്തത് S ഗുപ്തൻ നായരാണ്. അപ്പൊ S ഗുപ്തൻ നായരുടെ പ്രധാന പ്രീവിയസ് ചോദ്യം ഏതാണ്? S ഗുപ്തൻ നായരുടെ ആത്മകഥ തന്നെയാണ്. ഏതാണ്? മനസാസ്മരാമി. S ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് മനസാസ്മരാമി. അതുപോലെ നിങ്ങൾ കേട്ട് കാണും ഇസങ്ങൾക്കപ്പുറം. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു രചനയാണ് ഇസങ്ങൾക്കപ്പുറം. അപ്പോ ഇസങ്ങൾക്കപ്പുറവും മനസാസ്മരാമിയും S ഗുപ്തൻ നായരുടെയാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് അടുത്തത് ഒരു മുൻകാല ചോദ്യമാണ്. VKNന്റെ മുഴുവൻ പേരെന്താണ്? VKNന്റെ മുഴുവൻ പേരെന്താണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. പ്രീവിയസ് ആണ്. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ്. ഞാൻ പഠിപ്പിക്കുന്നതാ? തെറ്റിപ്പോയില്ല, ശരിയാണ്. VKNന്റെ ഫുൾ ഫോം വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആരോഹണം, പയ്യൻ കഥകൾ. ഇതിനൊക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആരോഹണത്തിനും പയ്യൻ കഥകൾക്കും ഒക്കെ. അതുപോലെ മുട്ടത്ത് വർക്കി അവാർഡ് കിട്ടിയ നോവൽ ഏതാണ്? പിതാമഹനാണ്. പിതാമഹന് മുട്ടത്ത് വർക്കി അവാർഡാണ് ലഭിച്ചത്. ഇനി അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ചെറുകഥയാണ്. ഒരു മനുഷ്യൻ എന്ന ചെറുകഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പ്രത്യേകതര ആളുകൾ ജീവിക്കുന്ന, ഒരു മനുഷ്യത്വമൊന്നും ഇല്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തും. അപ്പൊ അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ പേഴ്സ് കളഞ്ഞു പോകും. അതറിയാതെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറും. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ആളുകൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഡ്രസ്സ് ഓരോന്നോരോന്ന് ഊരി വന്നിട്ട് കണ്ണുകുത്തി പുറത്താക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് ഓരോന്നോരോന്ന് ഊരി അവസാനം ഘട്ട എത്തുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. അങ്ങനെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകും. അപ്പൊ അതെന്ത് ആരായിരുന്നു? കള്ളനായിരുന്നു. പേഴ്സ് അടിച്ചു മാറ്റിയുള്ള ഒരു 5-6 പേഴ്സ് എടുത്ത് മുഹമ്മദ് ബഷീറിനെ കാണിച്ചിട്ട് ഇതിൽ നിങ്ങളുടെ പേഴ്സ് ഏതാ എടുത്തോ എന്ന് പറയും അല്ലെ. അപ്പൊ ആ ഒരു കഥയാണ് ഈ പറയുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ പലരും വായിച്ചു കാണും. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ചെറുകഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അടുത്തത് പരൽമീൻ നീന്തുന്ന പാടം. അതൊരു ആത്മകഥയാണ്. പരൽമീൻ നീന്തുന്ന കാലം ആത്മകഥയാണ്. CV ബാലകൃഷ്ണന്റെ ആത്മകഥ. പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണന്റെ ആത്മകഥയാണ്. ഇനി അടുത്തത് PSC സ്ഥിരം ചോദിക്കുന്നതാണ് KP കേശവമേനോൻ. അത് നമ്മൾ കോഡിട്ട് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. P കേശവദേവുമായിട്ട് മാറിപ്പോയിരിക്കാനായിട്ട് 1 മിനിറ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു കോഡിട്ടായിരുന്നു. അപ്പൊ അതിൽ KP കേശവമേനോൻ ഓപ്ഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ KP കേശവമേനോന് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് ഏത്? കഴിഞ്ഞ കാലം എഴുതിയത് ആരാണ്? അപ്പൊ കഴിഞ്ഞ കാലം എഴുതിയത് KP കേശവമേനോനാണ്. ജീവിത ചിന്തകൾ, രാഷ്ട്രപിതാവ്, ജവഹർലാൽ നെഹ്റു ഇതൊക്കെ എഴുതിയത് KP കേശവമേനോനാണ്. അതുപോലെ രാഷ്ട്രപിതാവ് എന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ് കേട്ടോ. രാഷ്ട്രപിതാവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കരാണല്ലോ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. എന്നാൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആരാണ്? അത് KP കേശവമേനോനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് KP കേശവമേനോനാണ്. അപ്പൊ എന്റെ മലയാളം എന്താ? പ്രവർത്തനാധ്യക്ഷൻ എന്നാണ് മലയാളം പേര് കേട്ടോ. പ്രവർത്തനാധ്യക്ഷൻ അത് KP കേശവമേനോനാണ്. സ്ഥിരം ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. കഴിഞ്ഞ കാലം KP കേശവമേനോന്റെയാണ്. അതുപോലെ C രാധാകൃഷ്ണൻ.
സി രാധാകൃഷ്ണന്റെ പ്രധാന ഒരു കൃതിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അതിന് മൂർത്തിദേവി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തീക്കനൽ കടഞ്ഞ് തിരുമധുരം മൂർത്തിദേവി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. അതിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. മുൻപേ പറക്കുന്ന പക്ഷികൾ, സി രാധാകൃഷ്ണന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന കൃതി എഴുത്തച്ഛനെ ആസ്പദമാക്കിയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. എഴുത്തച്ഛനെ ആസ്പദമാക്കിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. അതിന് മൂർത്തിദേവി അവാർഡ് ലഭിച്ചതാണ് സി രാധാകൃഷ്ണൻ. അപ്പൊ 7ാം ക്ലാസ് സാഹിത്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഇത്തരം ഫാക്ട്സുകൾ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ മെയ് 21 രാവിലെ 8:15 അൺ അക്കാദമിയില് ഉണ്ടാവും. അപ്പൊ 8:15 വന്നാലേ എഴുതാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് പോള് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. പിന്നെ ക്വിസ് ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് നമ്മളുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടിന്റെയും ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC എന്ന ടെലഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കണോ പറയണോ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ലി PSC പേജ് ഫോളോ ചെയ്യാൻ മതി. അതിലെ മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ് കറക്റ്റായിട്ട് പഠിക്കുക. മലയാളം വൊക്കാബുലറിയിൽ നല്ല ഒരു സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം ക്ലാസ് വൈകിയപ്പോൾ നിങ്ങളുടെ കമന്റ് അറിയിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളത് കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. ഭയങ്കര മഴയായതുകൊണ്ടാണ് ഡിലേ വന്നത്. അപ്പൊ ഇന്ന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.